ഞായറാഴ്ചയാണ് കേട്ടോ. സാധാരണ ഞായറാഴ്ചയിൽ ഒരു ഉച്ചവരെയെങ്കിലും കിടന്നുറങ്ങുന്നതാണ് പതിവ്. കാര്യം ഓഫീസിലൊക്കെ പോകണം. പിന്നെ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഞായറാഴ്ച ഒന്ന് റെസ്റ്റ് എടുക്കും. ഒരു ഉച്ചവരെയെങ്കിലും ഒരു 11 മണിയൊക്കെ വരെ കിടന്നുറങ്ങും. അങ്ങനെയാണ് പതിവ് കേട്ടോ. പക്ഷേ ഈ ഒരു ഞായറാഴ്ചയിൽ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു. അതും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ബാലൻ ചേട്ടൻ്റെ കടയിലാട്ടോ പോയത്. അവിടെ നല്ല ബീഫും പിന്നെ സ്ക്വയർ പൊറോട്ടയും കിട്ടും കേട്ടോ. ആ ബാലൻ ചേട്ടൻ്റെ കടയിലെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നല്ല മട്ടൻ കറിയാട്ടോ. ഞാൻ ഇതുവരെ അവിടുന്ന് കഴിച്ചിട്ടില്ല. ഇത്തവണ പോയപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കാര്യം നേരത്തെ ഒരു 7 മണി ആ ഒരു ടൈമിൽ പോയാൽ മാത്രമേ മട്ടൻ കറി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊരു എത്തിയത് തന്നെ ഒരു 10 മണിയൊക്കെ ആയി. അപ്പോൾ അവിടെ എത്തി സമയത്ത് അവിടെ തീർന്നു പോയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബീഫ് കറിയും നല്ല ചൂട് പൊറോട്ട കേട്ടോ കഴിച്ചത്. ഇവിടുത്തെ പൊറോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ക്വയറിലാട്ടോ കിട്ടുന്നത്. അപ്പോൾ നല്ലതാണ്, പൊറോട്ടയും നല്ലതാണ്. നല്ല ബീഫ് കറി കേട്ടോ. അതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് നന്നായിട്ട് ഒരുപാട് പൊറോട്ട കഴിക്കാൻ പറ്റും. അത്ര അടിപൊളി ചാറാട്ടോ അവിടുത്തെ ബീഫിൻ്റെ. ഞങ്ങൾ ഇവിടെ എത്തിയ ടൈമിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയതേ ഇല്ല കേട്ടോ. അത്രയും തിരക്കായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ആദ്യം നല്ല തിരക്കായിരുന്നു. കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടാട്ടോ ഒരു ടേബിൾ ഫ്രീ ആയത്. അപ്പം ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. ആ ചേട്ടൻ അവിടെ ഇരുന്ന് എന്തുവാ ബീഫും പൊറോട്ടയും കഴിക്കുന്നുണ്ടായിരുന്നു. ആ ആൾ അവിടെ തന്നെ ഉള്ളതാട്ടോ. അപ്പം ഞങ്ങളോട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കടകളൊക്കെ പറഞ്ഞു തന്നു. നല്ല ബിരിയാണി കിട്ടുന്ന കടയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ആ പുള്ളിക്കാരൻ ആളാണ് കേട്ടോ ഞങ്ങളോട് പറഞ്ഞത്. രാവിലെ വന്നായിരുന്നെങ്കിൽ മട്ടൻ കറി കിട്ടുമായിരുന്നു. ഞങ്ങൾ പോയ സമയത്തിൽ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഒരു ഫിഷ് ഫ്രൈന്ന് ഒരു ചിക്കൻ ഫ്രൈയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കൊള്ളത്തേ ഇല്ലായിരുന്നു. കാര്യം ഉള്ളത് തന്നെ പറയണമല്ലോ. ചിക്കൻ ഫ്രൈ അത്ര രസമില്ലായിരുന്നു. കാര്യം അത് രാവിലെ ഉണ്ടാക്കി വെച്ച് തണുത്ത് പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ കഴിച്ചൊന്നുമില്ല. നല്ല പൊറോട്ടയും ബീഫ് കറിയായിരുന്നു കേട്ടോ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നിറയും. അങ്ങനെയാണ്. എനിക്ക് നല്ല വിശപ്പ് കാണും. പക്ഷെ ഫുഡ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് വയറ് ഫുള്ള് നിറയും കേട്ടോ. അങ്ങനെയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ എൻ്റെ കൂടെ വരുന്നവർക്കായിരിക്കും ഭയങ്കര സന്തോഷം. കാരണം ഞാൻ അധികം കഴിക്കത്തില്ല എന്ന് ഇവർക്കറിയാം. ഇത് എന്നെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കഴിക്കുന്ന പോലെ ഇല്ലേ? പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്. നല്ലതായിരുന്നു. ഇവിടെ എടുത്തു പറയാനുള്ളത്, ഞാനൊരു ചായപ്രേമിയാട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ചായ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഗ്ലാസ് ചായ കേട്ടോ ഇവിടുന്ന് വാങ്ങിച്ചു കുടിച്ചത്. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങളും കടയുടെ കാര്യങ്ങളും ഇവിടെ അടുത്തുള്ള കടകളുടെ കാര്യമൊക്കെ എന്നോട് സംസാരിക്കുകയായിരുന്നു. പുള്ളി കുറേ സംസാരിച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കടകളിൽ കയറണമെന്നായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ വേഗം റൂമിലേക്ക് പോയി. ഞാൻ ഈ കടയിൽ വന്നത് 3ാമത്തെ തവണയാട്ടോ വരുന്നത്. ഇതിന് ആദ്യം എൻ്റെ ഫ്രണ്ട്സുമായിട്ടാട്ടോ ഞാൻ വന്നത്. അവരാണ് എന്നെ ഈ കട പരിചയപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അയ്യോ, ഇപ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോഴും ഇപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അല്ല, ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവണ വന്നു. ഇതിപ്പം 3ാമത്തെ തവണയാട്ടോ വരുന്നത്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് വയറ് നിറഞ്ഞു. പൊറോട്ട 2 കഴിച്ചപ്പോഴേക്കും പൊറോട്ട 2 കഴിക്കുമ്പോഴത്തേനും നല്ലതായിട്ട് വയറങ്ങ് നിറയും കേട്ടോ. എനിക്ക് ലാസ്റ്റ് മതിയായി. പകുതി അവിടെ വെച്ചിട്ടാട്ടോ പോകുന്നത്. ഈ ചിക്കൻ എനിക്ക് കണ്ടിട്ട് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാൻ നിന്നില്ല. മാക്സിമം ഞാനത് നോക്കി, പക്ഷെ പറ്റുന്നില്ല. കാരണം നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ ഇവർ ഉണ്ടാക്കിയതായിരിക്കും. ഇവർ ഈ ചിക്കനിലൊന്നും വലിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ബീഫും മട്ടൻ കറിയും കേട്ടോ ഇവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ബാലൻചേട്ടൻ്റെ കട വൈറലായതുകൊണ്ടാട്ടോ ഞാൻ ഇവിടെ പോയത്. ഇവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെയാട്ടോ. എല്ലാവരും വന്ന് സിനിമ ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാട്ടോ ഇത്. ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഫോൺ വിളിച്ചിട്ട് എണീക്കെന്ന് പറഞ്ഞ്, അപ്പം എണ്ണീറ്റ് എന്തായാലും പോകണമല്ലോ. അവര് കൂടെ ആൾക്കാരുള്ളപ്പോൾ പോകാതിരിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ട് രാവിലെ എണ്ണീറ്റ് നമ്മൾ കുറച്ച് നടന്നിട്ടാണ് കേട്ടോ കടവന്തര എത്തിയത്. അവിടുന്നാണ് അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിൽ പോകാനായിരുന്നു പ്ലാന്. പക്ഷെ അവിടുന്നല്ല ബോട്ട്, മറൈൻ ഡ്രൈവിൽ നിന്ന് ബോട്ട് കയറാനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഡയറക്റ്റ് കടവന്തരയിൽ നിന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ ഓട്ടോയ്ക്ക് മട്ടാഞ്ചേരി പോയി കേട്ടോ. അവിടെ അടുത്താണ് ഈ കട.
പിന്നെ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും ബോട്ടിൽ വരാമെന്ന് കരുതി. അങ്ങനെ ബോട്ടിലാട്ടോ വന്നത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം രാവിലെ ആ ടൈം ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് അധികം റേറ്റ് ഒന്നും ആയില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കഴിക്കണ്ടാന്ന് തോന്നിയത് ആ ചിക്കൻ ഫ്രൈ മാത്രം കേട്ടോ. അതിൽ ഭയങ്കര സങ്കടമായിരുന്നു. വാങ്ങിക്കണ്ടാന്ന് തോന്നി. അത്രയും കൊള്ളൂലായിരുന്നു. നല്ല തണുത്തിരുന്നു. പിന്നെ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് നടന്ന് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടാട്ടോ നോക്കുന്നത്. ഓട്ടോയ്ക്ക് ഞങ്ങൾ ബോട്ട് ഉള്ള സ്ഥലത്ത് എത്തി. അപ്പോൾ അവിടുന്ന് ബോട്ട് കയറിയാട്ടോ പോകുന്നത്. മറൈൻ ഡ്രൈവ് ഇറങ്ങണം. അവിടുന്ന് ഞങ്ങൾ ബസ്സിനാണ് ഞങ്ങളുടെ റൂമിലോട്ടും പോകും.